അങ്ങനെ 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ജൂലൈ 3 വരെയാണ് സമ്മേളനം. ഇന്നും നാളെയും അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ്. കേരളത്തിലെ നിയുക്ത പ്രതിപക്ഷ എംപിമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകിട്ട് 4 മുതൽ 5 വരെ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി കോൺഗ്രസ് എംപിമാരുടെ യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. വിവരങ്ങളുമായി അനൂപ് ദാസ് ഡൽഹിയിൽ നിന്നും ചേരുന്നു. അനൂപ്, ഗുഡ് മോർണിംഗ്. ഇന്ന് യോഗം ചേരുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? എന്തൊക്കെയാണ് യോഗത്തിന്റെ അജണ്ട? സത്യപ്രതിജ്ഞ മാത്രമാണ് ഇന്നും നാളെയും നടക്കാൻ പോകുന്നത്. ഇന്ന് 280ഓളം പുതിയ എംപിമാരുടെ സത്യപ്രതിജ്ഞ നടക്കും. അതിനുശേഷം നാളെ 264 പേരുടേത്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകളുടേത് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളത് നാളെ നടക്കാനാണ് സാധ്യത. എന്തായാലും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള 20 എംപിമാരുടെ സത്യപ്രതിജ്ഞ, 19 പേർ രാഹുൽ ഗാന്ധി രാജിവെച്ച് ഒഴിവുണ്ട്. 19 പേരുടെ സത്യപ്രതിജ്ഞ വൈകിട്ട് 5 മണിയോട് കൂടിയാവും നടക്കുക. ഇന്നും നാളെയും ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പൂർത്തിയായ ശേഷം സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കും. അത് കഴിഞ്ഞ് ഇരു സഭകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി സംസാരിക്കും. അത് കഴിഞ്ഞ ശേഷമാണ് സഭ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് നീങ്ങുക. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ആദ്യ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ കേരളത്തിലെ മുൻ മന്ത്രി രാധാകൃഷ്ണൻ ഇതാ മാധ്യമങ്ങളെ കാണുകയാണ്. അദ്ദേഹത്തോട് രണ്ടു വാക്ക് നമുക്ക് സംസാരിക്കാം. ആദ്യമായിട്ട് സഭയിലേക്ക് പോവുകയാണ്. എന്താണ് ഒരു ജനങ്ങളോട് പറയാനുള്ളത് ആദ്യമായിട്ട് പോകുന്നത്? തീർച്ചയായും ഇന്ത്യൻ പാർലമെന്റിൽ പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനും അതുപോലെ രാജ്യത്തിൻ്റെ പൊതുസ്ഥിതികളെ മെച്ചപ്പെടുത്താനും വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ ശ്രമിക്കും. കേരളത്തിലെ മന്ത്രിസ്ഥാനത്ത് നിന്ന് താങ്കൾ അവസാന ദിവസം വളരെ പ്രധാനപ്പെട്ട ഉത്തരവൊക്കെ ഇറക്കി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടൽ നമുക്ക് സഭയിൽ പ്രതീക്ഷിക്കാൻ പറ്റും? തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ മോചനമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ മുഴുവൻ ആളുകളുടെയും ഐക്യവും ഒരുമയും ഉണ്ടാക്കിയെടുക്കാനും നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ശ്രമിക്കും. ആശംസകൾ. താങ്ക് യു. എന്തായാലും സഭയിലേക്ക് ആദ്യം പോകുന്നു. തൊട്ടു മുൻപ് നമ്മൾ കണ്ട ദൃശ്യമുണ്ടായിരുന്നു. ഫ്രാൻസിസ് ജോർജ് ഓട്ടോറിക്ഷയിൽ സഭയിലേക്ക് പോയി. ഇങ്ങനെ എംപിമാരെല്ലാം വലിയ താല്പര്യത്തോടു കൂടി, പുതിയ പ്രതീക്ഷകളോടുകൂടി സഭയിലേക്ക് പോവുകയാണ്. ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷ എംപിമാർ, പ്രത്യേകിച്ച് കോൺഗ്രസ് എംപിമാർ, ഭരണഘടനയുടെ ഒരു പതിപ്പുമായിട്ടാണ് സഭയിലേക്ക് എത്തുക. ഭരണഘടനയെ തകർത്തില്ലാതാക്കാനുള്ള ശ്രമം കഴിഞ്ഞ 10 വർഷമായി BJPയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. അതിനിയും തുടരാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപനമായിരിക്കും ഇന്ന് പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ ഇന്ത്യ സഖ്യ എംപിമാരെല്ലാവരും 10:50 സഭയ്ക്ക് പുറത്ത് സംഗമിച്ച് ഒരുമിച്ച് ലോക്സഭയിലേക്ക് പോകും. ഇങ്ങനെ ആദ്യ ദിവസം തന്നെ പ്രതിഷേധത്തിന്റെ ചൂട് സഭയിൽ അറിയിക്കാനുള്ള ശ്രമം സഖ്യത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും.